ഹലോ നമസ്കാരം. ഈ അടുത്ത് കേട്ട ഒരു വാർത്തയിൽ പ്രധാനപ്പെട്ട ഒന്ന്, ചൈനയിൽ $80 ബില്യൺ സമാനമായ മൂല്യമുള്ള സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തി എന്നുള്ളതാണ്. സാമ്പത്തികമായി വളരെ മുന്നിൽ നിൽക്കുന്ന ചൈനയ്ക്ക് വീണ്ടും സമ്പത്ത് നൽകിക്കൊണ്ട് പ്രകൃതി അനുഗ്രഹിച്ചിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചൊരൽപ്പം അസൂയുണ്ടാക്കുന്ന കാര്യമാണെങ്കിലും ചൈനക്കാരെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള ഒരു വാർത്തയാണിത്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് കോളടിച്ചിരിക്കുകയാണ്. ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള നിലയിൽ സ്വാഭാവികമായും ഒരു ചോദ്യം ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ അന്വേഷണമൊന്നും നടക്കുന്നില്ലേ? ഗോൾഡിന് വേണ്ടിയുള്ള അന്വേഷണമൊന്നും നടക്കുന്നില്ല? തീർച്ചയായും നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കർണാടകയിലും ആന്ധ്രാപ്രദേശിലുമുള്ള ഖനികൾക്ക് പുറമെ മറ്റു സ്ഥലങ്ങളിലും ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതുപോലെ തന്നെ പ്രാഥമികമായ അന്വേഷണവും തുടർന്ന് MECL അഥവാ മിനറൽ എക്സ്പ്ലോറേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അന്വേഷണവും പര്യവേഷണവും നടത്തുന്നുണ്ട്. പക്ഷേ നൂതന സാങ്കേതിക വിദ്യയുടെ അഭാവം മൂലം ആയിരിക്കാം എന്ന് തോന്നുന്നു ഇത് വളരെയധികം സമയം എടുക്കുന്നുണ്ട്. സ്വർണം പോലെ തന്നെ വിലപിടിപ്പുള്ള ഒരു ലോഹമാണ് ലിഥിയം. ഇലക്ട്രിക് വാഹനങ്ങളിലും മറ്റു വിവിധ നൂതന ടെക്നോളജികളിലും ഉപയോഗിക്കുന്ന ഈ ലോഹത്തിന് വളരെ ഡിമാൻഡാണുള്ളത്. നമ്മുടെ ജമ്മുവിലെ റിയാസി ഡിസ്ട്രിക്റ്റിൽ ഏകദേശം 59 ലക്ഷത്തോളം ടൺ വരുന്ന ലിഥിയം നിക്ഷേപം നമ്മൾ കണ്ടെടുത്തിരുന്നു. തുടക്കത്തിൽ വലിയ പബ്ലിസിറ്റിയൊക്കെ ആയിരുന്നു. പക്ഷേ ഇത് കണ്ടെത്താൻ തന്നെ വർഷങ്ങൾ എടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു ലോഹം കണ്ടെത്തി അത് വ്യാവസായികമായി ഉൽപ്പാദനം തുടങ്ങാൻ, ഖനനം തുടങ്ങാൻ 4 സ്റ്റേജുകളുണ്ട്. അതിൽ 3ാമത്തെ സ്റ്റേജിലാണ് നമ്മൾ ഈ ലിഥിയം കണ്ടെടുത്തത്. അതിൽ 4ാമത്തെ സ്റ്റേജിൽ നിന്ന് 3ാമത്തേതിലേക്ക് എത്താൻ തന്നെ വർഷങ്ങൾ എടുത്തു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് വളരെയധികം സമയം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കായി പാഴാക്കി കളയുന്നുണ്ട്. ചൈനയും മറ്റു രാജ്യങ്ങളുമെല്ലാം ഇങ്ങനെ വിലപിടിപ്പുള്ള ലോഹങ്ങൾ കണ്ടെത്തുന്നതിൽ വളരെ നൂതനമായ സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കാറ്. ഈ ലിഥിയം തന്നെ ഇനി നമ്മൾ ഖനനം ചെയ്യാൻ വർഷങ്ങൾ എടുത്തേക്കാം. നമ്മുടെ കാര്യങ്ങളെല്ലാം ഇങ്ങനെയാണ്. നമ്മുടെ രാഷ്ട്രീയക്കാരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ രാഷ്ട്രീയവും അതോടൊപ്പം ഭരണവും ഒന്നിച്ചു കൊണ്ടുപോവുകയാണ്. ഇതിൻ്റെ ബാലൻസ് പലപ്പോഴും തെറ്റാറുണ്ട്. പ്രത്യേകിച്ച് ഇലക്ഷൻ സമയങ്ങളിലെല്ലാം രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ സ്പീഡ് കുറയുന്നതായി കാണാം. അതേപോലെ ഒരു കൂട്ടുഭരണമാണെങ്കിൽ പിന്നെ പറയുകയേ വേണ്ട. പല പദ്ധതികളും ഗവൺമെൻറ്റിന് മറ്റുള്ളവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നീക്കിവെക്കേണ്ടതായി വരും. അതല്ലെങ്കിൽ അത് തുടങ്ങേണ്ട സ്ഥലത്ത് തുടങ്ങാതെ മറ്റു സ്ഥലങ്ങളിലേക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടതായും വരുന്നതാണ് അവസ്ഥ നമ്മുടെ രാഷ്ട്രീയക്കാർക്കും നമ്മുടെ നേതാക്കന്മാർക്കുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മന്ത്രിമാർക്കുണ്ട്. നമ്മുടെ വളർച്ചയുടെ സ്പീഡിനെ ഇത് വളരെയധികം പിന്നോട്ടടിക്കുകയാണ് ചെയ്യുന്നത്. നാട്ടിലെ ഓരോ കാര്യങ്ങളും ഇങ്ങനെയാണ്. ഒന്നുകിൽ മന്ദഗതിയിലാണ് കാര്യങ്ങൾ നടക്കുക, അതല്ലെങ്കിൽ ഒരു അവസരത്തെ ഉപയോഗിക്കാതെ സമയം കളയുകയാണ് ചെയ്യുക. അമേരിക്കയിലോ അല്ലെങ്കിൽ ഗൾഫ് നാടുകളിലോ ആണെന്ന് കരുതുക, ഒരു ചെറിയ സ്മാരകം അല്ലെങ്കിൽ ഒരു ചരിത്ര സ്മാരകം അവരത് വളരെ ഭംഗിയായി അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അവിടേക്ക് ടൂറിസ്റ്റുകളെ ആകർഷിക്കുകയാണ് ചെയ്യുക. അമേരിക്കയിൽ ഏകദേശം 9 ഡൈനോസോർ മ്യൂസിയം ഉണ്ടെന്നാണ് തോന്നുന്നത്. ഈ ഭൂമിയിൽ ലക്ഷക്കണക്കിന് വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഏതെങ്കിലും ഒരു ജീവിയുടെ ഒരു കഷ്ണം എല്ല് കിട്ടിയാൽ, അതിൻ്റെ ഫോസിൽ കിട്ടിയാൽ അവരതൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുന്നതായിരിക്കും. ഒരുപക്ഷെ ലോകത്തിൻ്റെ മൊത്തം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി ഒരു സിനിമയുടെ രൂപത്തിലായിരിക്കും അത് ആദ്യം മാർക്കറ്റിലെത്തുക. തുടർന്ന് അതിനൊരു പാർക്കായി, അതിനൊരു മ്യൂസിയമായി, പിന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടെ ടൂറിസ്റ്റുകളായി എത്തുകയായി. അതാണ് അമേരിക്കൻ രീതി. 2005 ഗുജറാത്തിലെ കച്ച് ഡിസ്ട്രിക്റ്റിൽ നിന്നും പാലിയന്റോളജിസ്റ്റുകൾ ഒരു 14 മുതൽ 15 മീറ്റർ നീളം വരുന്ന, ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ നീളം ഉണ്ടായിരിക്കാം എന്ന് കരുതുന്ന ഒരു ജീവിയുടെ സ്കെലറ്റൻ കണ്ടെത്തുകയുണ്ടായി, ഒരു ഫോസിൽ കണ്ടെത്തുകയുണ്ടായി. ആദ്യം ഒരു മുദ്രയുടെ മാതിരിയുള്ള ഒരു ജീവിയായിരിക്കും അതെന്നാണ് അവർ കരുതിയിരുന്നത്. പിന്നീട് അത് ഒരു സ്നേക്കിൻ്റെ ആണെന്ന്, അതൊരു പാമ്പിൻ്റെ ആണെന്ന് പാലിയന്റോളജിസ്റ്റുകൾ കണ്ടെത്തി. ലോകത്തിൽ ജീവിച്ചിരുന്നതിൽ ഏറ്റവും നീളം കൂടിയ ഒരു പാമ്പിൻ്റെ സ്കെലറ്റനാണ് അന്ന് കണ്ടെത്തിയത്. അതിന് വാസുകി ഇൻഡിക്ക എന്ന് പേരിട്ടു. നമ്മുടെ പുരാണത്തിലെല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ടാവും വാസുകി എന്ന്. അതിനെ ഇന്ത്യയിൽ നിന്ന് കണ്ടെത്തിയത് കൊണ്ട് ഇൻഡിക്ക എന്നും പേര് കൊടുത്തു. അപ്പോൾ വാസുകി ഇൻഡിക്ക എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അതിനുശേഷം അതിനെക്കുറിച്ച് പ്രത്യേക വാർത്തകളൊന്നുമില്ല. ഇത് പടിഞ്ഞാറൻ രാജ്യങ്ങളാണെങ്കിൽ അവരതൊരു ടൂറിസ്റ്റ് സ്പോട്ടാക്കി ഈ ഫോസിലെല്ലാം മനോഹരമായി അലങ്കരിച്ചുകൊണ്ട് ഡിസ്പ്ലേ ചെയ്തുകൊണ്ട് ടൂറിസ്റ്റുകളെ ആകർഷിച്ചേനെ. പക്ഷേ ഇത് നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. ഇനിയിപ്പോൾ അതെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നല്ല കാര്യം. അനന്തമായ ടൂറിസത്തിൻ്റെ സാധ്യതകളാണ് നമ്മുടെ പിടിപ്പുകേട് കൊണ്ട് നശിപ്പിക്കുന്നത്. പിടിപ്പുകേടും അതിലടങ്ങിയിരിക്കുന്ന രാഷ്ട്രീയവും ഒരു പ്രധാന പ്രശ്നമാണ്. ചെറിയ ചെറിയ മാറ്റങ്ങൾ ഗവൺമെൻറ് ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ടെന്നുള്ളത് ആശ്വാസകരമാണ്. ടൂറിസം മേഖലയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും കൂടുതൽ ശ്രദ്ധയും ആ രംഗത്ത് കൂടുതൽ യുവജനത വരേണ്ട ആവശ്യകതയുമുണ്ട്. പുതിയ ടെക്നോളജിയും ഈ രംഗത്ത് ഉപയോഗിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ടൂറിസത്തിൽ വളരെ പ്രൊഫഷണലായ രീതിയിൽ നമുക്ക് ടൂറിസത്തിൽ
ഡെവലപ്പ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇന്ത്യയിലെ ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ താജ്മഹൽ മാത്രമാണെന്ന് ഗൂഗിൾ പോലും തെറ്റിദ്ധരിച്ചതുപോലെ ചിലപ്പോൾ തോന്നും. ഇന്ത്യയിലുള്ള മറ്റ് ചരിത്ര സ്മാരകങ്ങളെയും ക്ഷേത്രങ്ങളെയും നിർമ്മിതികളെയും വിദേശികൾക്ക് കാണിച്ചു കൊടുക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ടൂറിസ്റ്റുകളെ അത്ഭുതപ്പെടുത്തുന്ന ഈ സൃഷ്ടികളെല്ലാം എങ്ങനെ ക്രിയേറ്റ് ചെയ്തു, അതും വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെ നിർമ്മിച്ചു എന്ന് അത്ഭുതപ്പെടുത്തുന്ന പല നിർമ്മിതികളും നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിനെ ശരിയായ രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ഭരണ നേതൃത്വത്തിൻ്റെ പരാജയം. ഇൻ്റർനെറ്റിൻ്റെ ആവിർഭാവത്തോടെ ഈ ചിന്താധാരകൾക്കെല്ലാം ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ടൂറിസ്റ്റുകൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അടിസ്ഥാന സൗകര്യമില്ലാതെ ടൂറിസത്തിന് എത്രമാത്രം വളരാൻ സാധിക്കും എന്നുള്ളതും കണ്ടറിയേണ്ടതുണ്ട്. എങ്കിലും ഇതെല്ലാം ക്രമേണ ശരിയാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നേക്ക് ഇത്രമാത്രം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.